ഹലോ. ആ രേണു സുധി ശരിയാന്ന്. രേണു സുധീൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. രേണു സുധീൻ്റെ അങ്ങനെ പറഞ്ഞ കണ്ടൻറ്റിന് ഒരു റീച്ചും ഇല്ല. ആ കുറ്റം മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്ക്. എടോ, രേണു സുധീൻ്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുള്ളൂ, അത് ശരിയാണ്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞാലേ കാണാൻ ആളുള്ളൂ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? അവരെ നല്ല കാര്യങ്ങൾ എനിക്കറിയാം. അതായത് അവർ ഭൂലോകത്ത് പൊറുക്കാൻ പറ്റാതെ തെറ്റൊന്നും ചെയ്തിട്ടില്ല സുഹൃത്തെ. നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? അവർ ഭൂലോകത്ത് എന്നാ പറയേണ്ടത്? എനിക്ക് ഈ തെറ്റ് അത് അവർ ചെയ്ത വലിയ തെറ്റൊന്നുമല്ല. അതായത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? എല്ലാവരും കാണിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ. അതിപ്പോൾ നിങ്ങളിങ്ങനെ പറയാനുണ്ട്. ഇപ്പം ഞാൻ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിൽ ആലോചിച്ച് രേണു സുധീനെ മോശം പറയുന്നില്ലേ? അന്നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ല, രേണു സുധീനെ ഫുൾ തെറ്റുകാരായിട്ട് നമുക്ക് രേണു സുധീനെ തന്നെ വരുത്താം. വീണയൊന്നുമല്ലപ്പാ. എടോ, ഞാൻ പറയുന്നത് വീണ വന്ന് പറഞ്ഞത് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാകാം. കാരണം എന്താ? വീണ പിന്നെ സുധീൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ മരിച്ചുപോയ സുധീൻ്റെ അടുക്ക വന്നിട്ട് കുഴപ്പാക്കേണ്ട കാര്യം വീണയ്ക്കില്ലാന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾക്കത് വീഡിയോ ചെയ്യാൻ കഴിയില്ല. എടോ, അങ്ങനെ ചെയ്ത ആളുണ്ടാവില്ല. നിന്നു പറയുന്ന കേൾക്കുന്നതിനോട് നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന്മാർ കാണാൻ വേണ്ടേ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാ? കാണാൻ വേണ്ടിയിട്ടല്ലേ. കിച്ചു സുധി വെള്ളടിക്കാനാ ആ ചെറുക്കനാ? എടോ, അതിന് ഞാൻ പറയുന്നത് ആ ചെറുക്കൻ വെള്ളം അടിച്ചോട്ടെ. അത് മോശം പറയാമെങ്കിൽ അത് മോശം പറയാം. വേണമെങ്കിൽ ആ ചെക്കൻ്റെ വേറെ എന്തെല്ലോ കാര്യങ്ങൾ എടുത്തില്ല. എടോ, പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്. ആ ചെക്കനിപ്പോൾ കുറച്ച് ഫാൻസ് ഉണ്ട്. ഓനെ അങ്ങനെ മോശക്കാരനായിക്കൂടാ. അതായത് രേണുവിനെ മോശക്കാരിയും അതന്നെ കിച്ചുവിനെ നല്ലവനും ആക്കണം. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ഇല്ല, വീണ ഇപ്പം തേഞ്ഞൊട്ടിയിട്ടുള്ളത് അറിയില്ലേ? അതായത് കിച്ചു മിഞ്ഞാന്ന് ലൈവിലൊന്നും പറഞ്ഞില്ലേ, ഈ സ്ത്രീ കാരണമാണ് ഞാനും എൻ്റെ അച്ഛനും ആടുന്ന് ഓടി വന്നിനി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് വീണയാന്ന് പറഞ്ഞില്ലേ? വീണ ഇന്നലെ വന്നിട്ടുണ്ട്. എടാ, നീ നിൻ്റെയും നിൻ്റെയും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ ഓടി ഒളിക്കുന്ന വീണ പറഞ്ഞത്. എടോ, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്നറിയാം, ഇവിടെ ഇപ്പോഴെന്താണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ പള്ളിയിലെ അച്ഛൻ എന്തിനാണ് ഇവർക്ക് സ്ഥലം കൊടുത്തത്? അവർക്ക് ആ പള്ളിയിലെ അച്ഛൻ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിൻ്റെ അകത്ത് ഒരു 5-10 സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ മറ്റേ സ്ഥലമൊക്കെ ചുളിവിന് വിറ്റുപോകും. ഇയാൾ തന്നെ നമ്മളെ റോയി മറ്റേ ഇവരെല്ലാം കോൺഫിഡൻസ് ഗ്രൂപ്പും മറ്റേതെല്ലാം എന്താ ചെയ്യുന്നത്? പൃഥ്വിരാജിനും മോഹൻലാലിനെല്ലാം ഒരു ഫ്ലാറ്റ് കൊടുക്കൂലേ? എന്നിട്ട് ബാക്കിയെല്ലാം 25 നില അവർ വിറ്റ് കൊണ്ടുപോകുന്നില്ലേ? അതന്നെ. ഇപ്പോൾ ഈ പിന്നെ രേണു സുധി അന്ന് സുധിക്ക് നല്ല മാർക്കറ്റല്ലേ? ആ മാർക്കറ്റിൻ്റെ സമയത്ത് എന്നാൽ പിന്നെ അവർക്ക് ഒരു കുറച്ച് സ്ഥലം കൊടുക്കാം. അപ്പോൾ ആ പേരും കാര്യങ്ങളൊക്കെ വരും. പൈസ കോടികൾ ഉണ്ടായിട്ടെന്താ കാര്യമോ? കോടികളുള്ള എത്ര ആൾക്കാരുണ്ട് ജനങ്ങൾ അറിയാണ്ട് പോകുന്നു. ഇപ്പോൾ ഈ അച്ഛനെ തന്നെ നമ്മളെങ്ങനെ അറിഞ്ഞ്? ഈ സുധിക്ക് സ്ഥലം കൊടുത്തോണ്ടല്ലേ? അത് അച്ഛൻ്റെ ഒരു ഭാഗ്യമല്ലേ? എന്തിനധികം പറഞ്ഞു, ഈ ഫിറോസിന് ഇവിടെ എത്ര ആൾക്ക് അറിയായിരുന്നു? ഫിറോസും അവിടെ എന്താ വെച്ചാൽ ശ്രീകണ്ഠനായർ മര്യാദയ്ക്കൊന്നും പറഞ്ഞില്ലടോ, ഞങ്ങൾ കൊടുക്കാൻ വീടെന്ന്. പക്ഷെ അപ്പോൾ ഫിറോസ് ചാടി വീണ് എന്തിനാ? ഫിറോസിന് ഇപ്പോൾ ഈ ഒരു വകുപ്പില്ലേ നമ്മൾ അറിഞ്ഞത്? അല്ലാതെ ഫിറോസിനെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ രേണു സുധിക്ക് കൊടുക്കുന്ന ഈ റീച്ച് മുഴുവൻ ഫിറോസിന് കിട്ടിയത് എങ്ങനെയാണ്? രേണു സുധി കാരണമാണ്. നിങ്ങളോട് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം. അവരെ എന്താ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക പോയിട്ട് ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അല്ലയാണ്. അതന്നെ. എന്താ കാരണം എന്നറിയാം, ആ സ്ത്രീനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി കുറച്ചൊരു ഇതുണ്ടായിരിക്കണം. എനിക്കില്ലേ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കില്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, രേണു സുധീനെ എന്താ മോശമാക്കിയിട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു മിനിറ്റ്, ഞാൻ നിന്നോട് പറഞ്ഞു ഇത് ആരോടും നീ പറയല്ലേ ഭഗവാൻ. ഇത് ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നില്ല. ആരെങ്കിലും നോക്കട്ടാ. കാരണം ഇന്നത്തെ കാര്യമാണ്. നാളെ എൻ്റെ വോയിസും കൂടി പുറത്ത് വരുവേ. രേണുവിനെതിരെ പിന്നെ വോയിസ് പുറത്തുനിന്ന് പറഞ്ഞിട്ടേ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞ് ഞാൻ തെണ്ടിയില്ല. ഉണ്ടാന്ന് കേട്ടാ ചോദിക്കുന്നത്. നീ ഇത് ആരോടോ നീ റെക്കോർഡൊന്നും ചെയ്തേക്കല്ലേ ഇത്? റെക്കോർഡ് ചെയ്യണ്ട. ഞാൻ അറിഞ്ഞില്ലേ, വീണ ചെയ്യുന്നതെല്ലാം തെറ്റാ. ഞാൻ പറഞ്ഞില്ലേ, വീണക്കല്ലേ വല്ല ആവശ്യമുണ്ടാ? അതങ്ങ് കഴിഞ്ഞില്ലേ അയാൾ വീട്ടിലെ ബന്ധോ? പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയാം. എൻ്റെ അഭിപ്രായത്തിന് ഇതിൻ്റെ അകത്ത് വലിയ സുധിയാന്ന്. മനസ്സിലായ? അതായത് സുധി ആദ്യം ഒരു കല്യാണം കഴിച്ചു, അതിലൊരു കൊച്ചുണ്ടായി, രണ്ടാമത് വീണയെ കഴിച്ചു, പിന്നീട് വീണ്ടും പിന്നെ പഴയ ഭാര്യനെ കാണാൻ പോന്ന്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ എന്തൊക്കെയുണ്ട്, ഇതൊന്നും നമ്മളറിയില്ലല്ലോ. അവരുടെ കൂടെ ജീവിച്ചവർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഇവരെല്ലാം പറ്റിച്ചത് സുധി തന്നെയാണ്. പിന്നെ നമ്മൾ പറയേണ്ടത്, അത് പറഞ്ഞാൽ പിന്നെ സുധീൻ്റെ ആൾക്കാരുണ്ട് ഒരുപാട്. അവർ വന്നിട്ട് പിന്നെ നമ്മളെ പൊങ്കാലിയിടും. എന്തിനാ വെറുതെ അത്? അമ്മക്കിപ്പം അങ്ങനെ പോട്ടെ. ഇപ്പോൾ രേണു ഇന്നലെ നിനക്കൊരു വിറ്റേക്കണം. ഇന്നലെ രേണു ഏതൊരു ചായക്കടയിൽ
ചായ കുടിക്കാൻ കയറി. എന്നിട്ട് അവിടെ ഈ കല്ലിന് തടഞ്ഞിട്ട് വീണപ്പോൾ ഗ്ലാസ് പൊട്ടി. അപ്പാടനെ ഇപ്പോഴത്തെ ന്യൂസ് വന്നായിരുന്നു. അതായത് ചായക്കട ആക്രമിച്ച് രേണു ഗ്ലാസുകൾ പൊട്ടിച്ചു, അതിൻ്റെ പൈസ ചോദിച്ച് അയാൾ ഇന്ന് ഇൻ്റർവ്യൂവിൽ നിന്ന് നോക്കുമ്പോഴേക്ക് വേറൊരാൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു. എൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് ആ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 ഉറുപ്പ്യാവില്ല ഗ്ലാസിൻ്റെ വില, അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. രേണു സുധി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ വാർത്തയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മിനിഞ്ഞാന്ന് മറ്റേ എന്താ പറയുക, ചോറ് കഴിക്കുമ്പോൾ അരിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കല്ലെടുത്തിട്ട് മറ്റേ ഇയാളെ എന്താ വെച്ചാൽ അതിൻ്റെ മുതലാളിൻ്റെ മേശപ്പുറത്ത് വെച്ചപ്പോഴേ ആ ഗ്ലാസ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു വാർത്തയായി. പിറ്റേന്ന് ഇൻ്റർവ്യൂ ആയി. പിറ്റേന്ന് രേണു സുധി ഗ്ലാസ് പൊട്ടിച്ചു എന്ന് പറഞ്ഞ പ്രശ്നമായി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു സുധീനെ പരമാവധി നമ്മൾ താഴ്ത്തുക. അവർ പറയുന്നൊന്നും നേരമൊന്നുമല്ല. ഫിറോസ് ഒരു വീട് കൊടുത്തു, ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. അതായത് ഫിറോസ് ആയാലും നമ്മുടെ പള്ളിയിലെ അച്ഛനായാലും അവർക്ക് ദാനം കൊടുത്തതല്ലേ, ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ നമുക്ക് തന്നതല്ലേ എന്നുള്ളൊരു മനസാക്ഷി നമുക്ക് വേണോ? പക്ഷെ അതൊന്നും രേണു സുധി കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രേണു സുധീൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു പലരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അപ്പോൾ ഇതൊരു വലിയ തെറ്റൊന്നുമല്ല. അതായത് രേണു സുധി എന്നാ പറയേണ്ടത് എന്നാൽ അത്ര ഒരു വലിയ പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, വീഡിയോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഒരാളെ വീഡിയോ ഇട്ടാൽ വരെ ഒരാളെ വീഡിയോ ഞാൻ ഇതിനിടക്ക് കണ്ടു. ഞാൻ ഇതിനിടക്ക് ഒരു വീഡിയോ ഇട്ടു. എന്താണ്, അതായത് പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കുടിവെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഇഷ്യൂ കുറച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1000 ആൾ പോലും കാണുന്നില്ലടോ. ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോവാ. രേണു സുധീൻ്റെ വീഡിയോ ആണെങ്കിലോ നിമിഷ നേരം കൊണ്ട് 12,000, 13,000, 20,000 ഒന്നും വേണ്ട. വെറുതെ രേണു സുധി എന്നെ കല്ലെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞ തംബ്ലൈൻ ഇട്ടിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നാന്ന് പറഞ്ഞാൽ അതിന് വരുന്ന വ്യൂസ് കാണണം. അപ്പം ഇങ്ങനെയൊക്കെ രേണു സുധീൻ്റെ എന്ത് കാര്യത്തിലും ഭയങ്കര റീച്ചാണ്. തങ്കപ്പൻ ചേട്ടനൊക്കെ പിന്നെ തീർന്നോ കഥ. 200K ഓടും അത്. കാരണം എന്താ പറയുക, തങ്കപ്പൻ ചേട്ടനാണെങ്കിൽ ആ ഒരു ഉശിരോട് കൂട്ടിയിട്ട് ഫിറോസേ നീ ഇതെല്ലാം പറയുമ്പോഴേക്കില്ലേ അത് അല്ല, എനിക്ക് ചില സമയത്തൊക്കെ ഈ ഫിറോസൊക്കെ കാണിക്കുന്നത് അയാൾക്കൊക്കെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു ബിസിനസ്സുകാരനല്ലേ. അത് മാത്രമല്ല ഇവരൊക്കെ പുറകെ ഇങ്ങനെ പോയിട്ട് പറയേണ്ട ആവശ്യം എന്താണ്? മനസ്സിലാക്കുക നിങ്ങൾ. അതായത് ഈ സ്ത്രീ ആണെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോട്ടെ, ഇനിയിപ്പോഴും അതിന് ഇത് നിൽക്കണ്ട. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്കിൽ തീർത്ത് കൊടുക്കുക. നമുക്കറിയാലോ ഫിറോസ് ഒന്നും നല്ല പോയിട്ട് അവിടെ പോയിട്ട് വീട് പണിയെടുക്കുന്ന ഫിറോസ് ഈ പിന്നെ അവിടെ ആ നിയമിച്ച തൊഴിലാളികളല്ലേ. ഇനി അവന്മാർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധീന പിന്നെ നല്ലത് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ആരും കാണാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇല്ല കാണാനുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മോശം കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത്. അതുകൊണ്ടാണിപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ രേണു സുധീന ശരിക്കും പറഞ്ഞാൽ രേണു സുധി കൊണ്ട് ഇവിടെ നന്നായ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ നോക്കണം. അതായത് നമ്മൾ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും വ്യൂസ് ഇല്ല. രേണു സുധീൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ള അത് വൈറലാകുന്നു. അത് 1000 അത്ര 100K പിന്നെ 200K ഒക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് രേണു സുധിക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിൻ്റെയോ നായിക വരെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യണ്ട. രേണു സുധി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറും. അതന്നെ അവരെന്തിന് ബിഗ് ബോസ് പോകുന്നത്? നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഉള്ള ഇത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി രേണു സുധി ഒരു ബിഗ് ബോസിലും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇനി ബിഗ് ബോസുകാർ രേണു സുധീനെ തേടിയിട്ട് ഇങ്ങോട്ട് വരും. അതേ എനിക്ക് പറയാനുള്ളൂ. അതെ അത് തന്നെ. പിന്നെ വേറൊരു കാര്യമുണ്ടോ, പിന്നെ ഈ വീട്ടിൽ അത് ഞാൻ കണ്ടിട്ടാ. അത് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. പക്ഷേ ഞാൻ വീഡിയോ ഇട്ട് ഇങ്ങനെയാട്ടാ, എൻ്റെ രേണു ആ ഒരു വീടൊന്ന് വൃത്തിയാക്കി വെച്ചുകൂടെ എന്നാൽ ഞാൻ വീഡിയോ ഇട്ടതേ. പക്ഷേ എൻ്റെ മനസാക്ഷിയോട് ഞാൻ പറയുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു 5, 6, 7 വയസ്സുള്ള ഒരു പയ്യനുള്ള വീട്ടിൽ ആ ചെറുക്കൻ ഡ്രസ്സുകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എത്ര ആൾക്കാർ വീടുണ്ടോ മര്യാദയ്ക്ക് ഭയങ്കരമായിട്ട് നീറ്റുള്ളത്? അത് നിങ്ങളൊന്ന് പറ. ഈ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ആ വീട് എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതിങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെ രേണു ചെയ്ത് ഏറ്റവും വലിയ തെണ്ടിത്തരമുണ്ട്. അതെന്താണെന്നറിയാം, ആ പാവം സുധീൻ്റെ പേരിലെ വീടാണ്. അയാളുടെ ഈ ട്രോഫിയിൽ എവിടെ വെക്കേണ്ടത്? അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം വന്നത്. അയാളുടെ ട്രോഫി മുഴുവൻ എന്ന് പറഞ്ഞാൽ ചാക്ക് കെട്ടിയിട്ട് ഉള്ളിൽ തള്ളിയിരിക്കുന്നത്. പ്രേമ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല ഓരോരാളുടെ കാര്യമല്ലേ. അവർ വേണമെങ്കിൽ പ്രേമിക്കോ കല്യാണം കഴിക്കോ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, അതിനെന്താ ഇടാ, നമുക്കെന്താ ഇടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, കൊല്ലസുധിക്ക് കിട്ടിയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലസുധീൻ്റെ മക്കൾക്കുള്ളതാണ്. അതുമാത്രവുമല്ല അയാളുടെ ഓർമ്മകൾ അവിടെ നിന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഓർമ്മകൾ കൃത്യമായിട്ട് അവിടെ പിന്നെ നിലനിർത്തേണ്ടത് രേണുവിൻ്റെ അല്ല നമ്മുടെ നാട്ടുകാരുടെ തന്നെ ആവശ്യമാണ്. കൊല്ലസുധീനെ സ്നേഹിക്കുന്നവർക്ക് ഓക്കെ അതല്ലേ ശരിയാന്ന്. കൊല്ലസുധീൻ്റെ എന്താ പറയേണ്ടത്, പഴയ കാലത്തെ എല്ലാ കാര്യങ്ങളും വിറ്റ് പൈസ ഉണ്ടാക്കിയവന്മാരാണ് ഇടിയുള്ളത്.
അതായത് കൊല്ലസുധീൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ആ മകനും ഞാനും മാത്രമുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ ജനങ്ങളെടുക്ക പറഞ്ഞ് ഫലിപ്പിച്ച് അങ്ങനെ കൊല്ലസുധി ഒരു പാവമാണ് അല്ലെങ്കിൽ ഒരു പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ശരിയെന്നാൽ നീ ഇതാരോട് പറയാൻ നിൽക്കണ്ട. ഞാനും ഇപ്പോൾ വേറൊരു വീഡിയോ ഇടാൻ പോക്കാം, രേണു ശരിയല്ല അല്ലെങ്കിൽ രേണു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലേ കാണാൻ ആളുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആരോടോ പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നീ ഇത് ചെയ്തേക്കല്ലേ, ഇത് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടേക്കല്ലേ. പിന്നെ എന്നെ കാണാനും ആളുണ്ടാവില്ല. എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടല്ലോടോ എല്ലാവരും നിൽക്കുന്നത്. ശരി ശരി ശരി, എന്നാൽ ഇത് എനിക്ക് തോന്നിയ കാര്യം കേട്ടാ, ഇതെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് കേട്ടാ. ഇനി ഇത് ശരിയാണെന്നോ നിങ്ങൾ നോക്കുക. ശരി എന്നാലും ഓക്കെ, ബൈ ബൈ.